ആദ്യത്തെ ദിവസം തന്നെ ഉഴപ്പരുതേ പിതാവേ. കുസൃതിയും നർമ്മവും നിറഞ്ഞ ഒരൊറ്റ പ്രസ്താവനയിലൂടെ പരമ്പരാഗത പ്രാർത്ഥനകളുടെ തെറ്റായ ഭാവങ്ങളെ അഭിമന്യ തറയിൽ പിതാവ് മനോഹരമായി പൊളിച്ചെഴുതുന്ന ഒരു പ്രസംഗം പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. കണ്ടു നോക്കൂ. സുവിശേഷത്തിൽ ഏറ്റവും എളുപ്പം നടക്കുന്ന ഒരത്ഭുതം ഈശോ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതാണ്. വളരെ പെട്ടെന്നാണ് ആ അത്ഭുതം നടക്കുന്നത്. അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്, ശതാധിപൻ പ്രാർത്ഥിച്ചത് അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, അയാളുടെ മക്കൾക്ക് വേണ്ടിയല്ല, അയാളുടെ ബന്ധക്കാർക്ക് വേണ്ടിയിട്ടല്ല, അയാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അയാളുടെ ഭൃത്യന് വേണ്ടിയിട്ടാണ്. ഈ ഭൃത്യനുമായിട്ട് അയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്കുമായിട്ട് വന്ന ഒരു സഹോദരനോ സഹോദരിയോ രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോയി പരിചരിക്കും. 1-2 ദിവസമൊക്കെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും. സാമാന്യം നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ചികിത്സയൊക്കെ ആണെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കും. അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഒരു പരിധി വിട്ട് തീരാ രോഗത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്നേഹപൂർവ്വം ഒരു വണ്ടിയൊക്കെ വിളിച്ച് അവരുടെ നാട്ടിലേക്ക് അങ്ങ് പറഞ്ഞു വിടാനാണ് സാധ്യത. കാരണം ഒരു ഭൃത്യനെ ഏറ്റെടുത്ത് സംരക്ഷിക്കാനും മാത്രമുള്ള ഒരു ഔദാര്യം അത് ഉണ്ടാവും കേട്ടോ. ചിലർക്കെങ്കിലും ഉണ്ടാവും. എന്നാലും സാധാരണ മനുഷ്യൻ അതിന് മുതിരുകയല്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് വെറും ഒരു സ്പിരിച്വൽ സെൽഫിഷ്നെസ് ആയി പോയൊരു കാലഘട്ടം. ഏതൊരു മനുഷ്യനും അവനവന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെ പ്രാർത്ഥന പോലും സ്വാർത്ഥമായി പോയൊരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് സൗഖ്യപ്പെട്ട ശതാബ്ദീവന്റെ ഭൃത്യനെ പിതാവ് എത്ര മനോഹരമായിട്ടാണ് പരിചയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത്ര വേഗം അയാൾ സൗഖ്യപ്പെട്ടതെന്ന് വ്യക്തമായി പിതാവ് പറഞ്ഞു തരികയാണ്. ശതാധിപൻ ചെയ്യുന്നത് എന്താണ്? തൻ്റെ ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി, ഭൃത്യന് വേണ്ടി അയാളുടെ പദവിയും സ്ഥാനവും എല്ലാം മാറ്റിവെച്ച് പ്രശ്നക്കാരനെന്ന് റോമാക്കാര് മുദ്ര കുത്തിയിരിക്കുന്ന ഈശോയുടെ പിന്നാലെ ഈ പ്രശ്നക്കാരനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ശതാധിപൻ ചെല്ലുകയാണ്. അയാൾ നാണം കെട്ട് ചെല്ലുകയാണ്, കർത്താവേ എൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണം. അദ്ദേഹത്തിൻ്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് ആ നിമിഷം തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ വീട്ടിൽ വരാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ ഇനി എൻ്റെ വീട്ടിലൊന്നും വരണ്ട, എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല, ഇസ്രയേലിൽ പോലും ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും. എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ ദിവസം തന്നെ ഉഴപ്പാതെ പിതാവേ എന്നൊക്കെ പറയും. നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് നമുക്കൊരു സന്തോഷം. നമ്മുടെ കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പെട്ടെന്ന് കേൾക്കുന്ന പ്രാർത്ഥന ആരുമല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പട്ടണത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പഴയ നിയമത്തിൽ ബലിയോടുകൂടെ ഉപ്പ് ചേർക്കുക എന്നൊരു നിയമമുണ്ട്. ആദിമ സഭാപിതാക്കന്മാർ ബലിയോട് ഉപ്പ് ചേർക്കുക എന്നതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബൈബിളിൻ്റെയും ക്രിസ്തീയതയുടെയും ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അവനവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. കാര്യം മനസ്സിലായില്ലേ? നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൂട്ടുകയാണ്, പക്ഷേ മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാവുകയുള്ളൂ എന്ന് മറന്നു പോകുന്നു.